ഗൈസ് എല്ലാ അച്ഛന്മാർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നാൽ ഗൈസ് ആദ്യം പറയേണ്ടതായിരുന്നു, ഗൈസ് ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ പോയിട്ട് ഗൈസ് കുറച്ച് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ വീഡിയോ ആണ് ഗൈസ്. ഗിഫ്റ്റ് വാങ്ങിയിട്ട് പാക്ക് ചെയ്യുന്നൊന്നുമല്ല, ഇവിടെ വന്നിട്ടാണ് ഗൈസ് ഞാൻ എടുത്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അവിടെ ഇരിക്കേണ്ടത് ഒരാൾ പിന്നെ സായി പറഞ്ഞ വേണ്ടെന്ന് കാണിച്ചോട്ടെ, ഹായ് അല്ല. അപ്പോൾ എന്തായാലും ഗൈസ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ വരാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഓളെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഗൈസ് അറിയുമ്പോൾ ഞങ്ങൾ വരാം. ചെറിയ ഗിഫ്റ്റാണ്. അപ്പോൾ ഗൈസ് എന്താണെന്ന് നമുക്ക് പൊട്ടിക്കും പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണാതെ പോകണം. പോകണം ടാസ്ക്. ഇപ്പം എന്ത് ചെയ്യാൻ പോകണം. അപ്പോൾ ഗൈസ് അടുത്തിട്ട് വരാം. ഓക്കെ, നമ്മൾ ഗിഫ്റ്റ് വെച്ചിരിക്കുന്നത് ഈ ബാഗിലാണ്. ഈ ബാഗിലാണ് നമ്മൾ ഗിഫ്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ് കുറച്ച് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കുക ഗൈസ്. ഇതൊക്കെ ഫണ്ണായിട്ട് എടുത്താൽ മതി കേട്ടോ. എന്താണ് ഇന്നെന്താ മുല്ലപ്പൂവോ? ഞാൻ പറിച്ചോണ്ടെന്നല്ലേ? ഞാൻ പറിച്ചോണ്ടെന്നല്ലേ? അത് അവിടെ ഉണ്ട്. വാ വാ അബിയ വാ. ആ വരാ. പായസല്ലേ? മുല്ലപ്പൂ ഉണ്ടോ ഇവിടെ? എന്തി അങ്ങനെ പറയണ്ട. എന്നാ പറയാ. അപ്പൊ ഗൈസ് കുറച്ച് ഇതൊക്കെ പറിച്ചതിൻ്റെ തരാം. ഓക്കെ, അപ്പൊ ഗൈസ് പായസം കൂച്ചിയാണ്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഓക്കെ, നമ്മളെ വേണ്ട ഒരു മൊണ്ണ അതാണ് അമ്മമ്മ. ശരി എന്നാ എപ്പോഴെല്ലാം ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഗൈസ് അവളുടെ റിയാക്ഷനുകൾ കണ്ടില്ലേ? അപ്പൊ ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഗൈസ് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശർമ്മ വേണ്ടി ജസ്റ്റ് ഇവിടെ നിന്ന് മുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ശബ്ദം കുറച്ച് കുറവാകും, ക്ഷമിക്കുക ഗൈസ്, അല്ല വേറെ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഓക്കെ ഡ്രസ്സ് ഇട്ട് വരാം. ഡ്രസ്സൊക്കെ സെറ്റാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഇടണം. ഈ ഇവിടെ കുറച്ച് മുല്ലപ്പും കാര്യങ്ങളൊക്കെ പറിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടുപോവാ. ഞാൻ അവിടെ ചെറിയൊരു ബ്ലോഗ് എടുത്തിട്ടുണ്ട്. അവിടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ നേരെ ഞങ്ങൾ മുല്ലപ്പൂ പറിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് മുല്ലപ്പൂ പറിച്ച് നിങ്ങൾ പോയി കണ്ടുവരി. അപ്പോൾ ഗൈസ് ഇനിയും മുല്ലപ്പൂ പറിക്കാൻ തന്നെ പോകണം. മുല്ലപ്പൂവിൻ്റെ മുട്ട് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ ആയിക്കോട്ടെ. ഓക്കെ ഗൈസ് നമ്മൾ ഉണ്ടാക്കേ. അപ്പോൾ ഗൈസ് മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ദേവാമ്പിളിയെ ആക്കിയാൽ നാളെ പറിച്ചരാ കേട്ടോ. നാളെ ഞാൻ പറിച്ചരാ. കറക്റ്റ് കൊരങ്ങെത്തി. ഇവിടെ നല്ലൊരു മോണ്ണൻ വയസ്സ് ഐഫോണിലാണ് ഇതൊക്കെ കളിക്കുന്നത്. ഗോൾഡൻ ഐഫോണിൻ്റെ മോനെ. പക്ഷേ എമ്പളൊന്നും കാണാനില്ല. മാസമാണ് മാസം. ചാ ഐഫോൺ. ഓ ചെക്കർ റിച്ച് സെറ്റപ്പാണ് ഗൈസ്. പക്ഷേ ഷൗമിയുടെ ഫോണാന്നേ ഉള്ളൂ. ഇത് നോക്കിക്കടാ, MIൻ്റെ ഫോണാണ് ഗൈസ്. ഓരോ അണ്ണന്മാർ സാരല്ല. അപ്പോൾ പൈസ വരും, പേടിക്കണ്ട. അപ്പോൾ എന്തായാലും ഗൈസ് ചിന്നമ്പളി ഇവിടെ ഉണ്ട്. ചിന്നമ്പളി ഒരു ഹായ് അട്ടിക്ക തിരിയേ. അല്ലെ മോന്ന് കാട്ടെ. കൂട്ടൻസ് വാരി എറിയണു. ഇവിടെ കണ്ടൊരു വാഴ കുളിക്കുള്ള നനയ്ക്കില്ല. സത്യമാണ്. ഏതമ്പലത്തിലാ പോയി? അന്തൊന്നുമില്ല മനസ്സിലായി. അപ്പോൾ എന്തായാലും ചിന്നു ചവിട്ടാവും ഞാൻ. നമ്മളെ കോഴിക്കുട്ടികളൊക്കെ വലുതായി കണ്ടാ. അത് കാണണ്ടോ? കാണണ്ടേ? ഫ്രഷ് ചളി ഒന്ന് അമർത്തി കൊടുത്താലോ? അബി എൻ്റെ സാധനേ ഈ ചളി പോവാനായി. അപ്പോൾ ഗൈസ് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഓക്കെ ഫോട്ടോ എടുക്കാം. മുറിച്ചോളി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അവന്തിക. കൊളാക്കലി ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരും കൈയടിക്കണമെന്നില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ.
ഐഡിയ കുട്ടിച്ചാത്തനോ ഫോട്ടോക്ക് കൺമണിയുടെ കണ്ണനായി വാ കളമൊഴിയുടെ തോഴനായി വാ ചുണ്ടിണയുടെ ചൂളമായി. പൊട്ടേക്കൊന്നും അറിയില്ല ഞാൻ അല്ലേ ആ ഒരു 10 എടി അത് കുറെ ഉണ്ടായില്ല 1-2 നല്ല 3-4 സെറ്റ് ടൈപ്പ് ഉണ്ട് ആ കുഴപ്പമില്ല ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ വെച്ച് തന്നെ ചോരണം ഇത് വലുതൊന്നും ചെറിയ ചെറിയ സാധനങ്ങളാണ് വെക്കൊന്നുമില്ല ഞാൻ പെന്നല്ല പെൻസില് വേണ്ടിയിരുന്നില്ല എന്നാ അടിക്കള കൊണ്ടിരിക്കാം അടിക്കള ശരി എന്നാ ടാറ്റ ബൈ ബൈ